ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് മലബാർ മത്തിക്കറി. ഷെഫ് പൊന്നൻ, പറയൂ, എങ്ങനെയാണ് ഈ മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്നത്? ഇത് എന്നത്തിനുള്ള സാധനമാണ് ഷെഫേ? കോഴിക്കുള്ളതാണോ ഇത്? അപ്പൊ തന്നെ ചേർക്കണം തന്നെ ഇതിൻ്റെ അകത്തിട്ട്. ഇതെന്താണ് ഈ ചേർക്കണ ഇതില്? ഇത് ഉള്ളി ഇങ്ങനെയാണ് ചേർക്കണേ. അപ്പൊ ഇതാണല്ലോ ഇതിന്റെ ടേസ്റ്റ് തന്നെ. അപ്പൊ ബാക്കി ഇനി ഇത് ഇളക്കണ്ടേ? ഞാൻ ഇളക്കി നോക്കട്ടെ. ഇത് വളരെ നന്നായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി എന്നൊക്കെ ചേർക്കട്ടെ? ചുവന്നുള്ളി, മഞ്ഞപ്പൊടി ചേർത്തല്ലേ? അപ്പൊ ഉപ്പ് ചേർക്കണേ ഇനി? ഉപ്പ് ഇപ്പൊ നമ്മള് ചേർത്ത തന്നെ ചുവന്നുള്ളി. അപ്പൊ ആദ്യം നമ്മള് വെളുത്തുള്ളി ഇട്ടു, പിന്നെ ചുവന്നുള്ളി ഇട്ട്, അതന്നെ അത് പെട്ടെ ഉപ്പിട്ടതാണോ? ഉപ്പിട്ടിട്ട് ശരിക്കും ഇളക്കണം അല്ലേ? എത്ര മണിക്കൂർ വേണം അത് ശരിയാവണമെങ്കിൽ? 5 മിനിറ്റ് മതിയോ? അത്ര മതിയോ? ഇപ്പൊ നമ്മളിതിൽ എന്താ ചേർത്ത്? ചിക്കൻ ചേർത്തല്ലേ? ചിക്കൻ ഇനി റെഡി ആവാൻ എന്തോരം സമയം വേണം? 5 മിനിറ്റ് കൊണ്ട് ശരിയാവും അല്ലേ? പിന്നെ അപ്പൊ ഇത് എങ്ങനെയാ? ഇതിപ്പോ ഹോട്ടലിലേക്കൊക്കെ ആണോ അതോ വീട്ടിട്ടുള്ളതാണോ? ഇത് വീട്ടിട്ടുള്ളതാണോ അതോ ഹോട്ടലിട്ടുള്ളതാണോ? ഹോട്ടലിട്ടുള്ളതാണോ? അപ്പൊ ഇത് ഏകദേശം ശരിയായെന്ന് തോന്നല്ലേ? ഇനി നമുക്കിതിന് വേറെ പ്ലേറ്റ് ഇട്ട് മാറ്റാം അല്ലേ? അപ്പൊ നമ്മുടെ ഷെഫ് പൊന്നന്റെ വിഭവ സമൃദ്ധമായ ഒരു ചിക്കൻ കറിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പൊ നമ്മൾ ബിരിയാണിയുടെ കൂടെ ചിക്കൻ കറി കഴിക്കാം അല്ലേ? ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ ചെയ്യണ്ടേ? ആദ്യം ബിരിയാണി ചോറും നെയ്യൊക്കെ ചേർക്കണം അല്ലേ? അപ്പൊ ഈ അരി ഏതരി എടുക്കണം നമ്മള് ബിരിയാണിക്ക്? ആ അരിയാണോ എടുക്കണേ? പറയില്ലേ? സീക്രട്ടാണോ? അപ്പൊ അത് ഒരു നാഴി അരി മതി അല്ലേ? എന്നിട്ട് അത് നമ്മള് ഇത് ഇട്ടിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണിത്. അപ്പൊ ഇത് ചിക്കൻ കറി. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമ്മളിപ്പോ അത് ഇട്ടിട്ടു. ഇനി എന്നാ ചെയ്യണ്ടേ? നെയ്യ് ഒഴിക്കണം അല്ലേ? അതില് നെയ്യുണ്ട്. അപ്പൊ വേറെ നെയ്യ് വേണ്ടേ? ചിക്കൻ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഷെഫ് പൊന്നൻ നെയ്യ് മേടിക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ള നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നെയ്യുള്ള ഒരു കറിയാണിത്. വളരെയധികം നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പറയൂ മിസ്റ്റർ പൊന്നൻ. ഇത് എന്നൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി? അപ്പൊ കറിവേപ്പില അല്ലേ? അപ്പൊ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡി ആവുമെന്നാണ് ഷെഫ് പൊന്നൻ പറയുന്നത്. മസാലയൊക്കെ ഞങ്ങൾ ആദ്യം ചേർത്താണ് ചിക്കനിൽ. ആവശ്യത്തിന് കറിവേപ്പില ആയിട്ടുണ്ട്. ഷെഫ് പൊന്നന്റെ അസിസ്റ്റന്റ് ഷെഫ് ബിച്ചണു അവിടെ കറിവേപ്പില പറിക്കാൻ പോയിട്ടുണ്ട്. കറിവേപ്പില പറിച്ചിട്ടുണ്ട്.